നമുക്കിന്ന് ഒരു പേപ്പർ വെച്ച് സിമ്പിളായിട്ടൊരു മിനി പ്ലാന്റ് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ലീഫിൻ്റെ ഡിസൈൻ വരച്ചെടുക്കാം. ഈ സെയിം ഡിസൈനെ നമുക്ക് വേറൊരു പേപ്പർ എടുത്ത് അതിലും ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വരച്ച് വെച്ച ഡിസൈനില്ലേ, അത് ഇതുപോലെ ഓരോന്നോരോന്നായി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ലീഫ് കറക്റ്റ് ആയില്ലെങ്കിലേ നമ്മുടെ പ്ലാന്റേ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടായാലും ഈ ലീഫെല്ലാം ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ലീഫിന് ഇനി കളർ കൊടുത്താലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 3 കളറും ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ റെഡും ബ്ലൂവും യെല്ലോയും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുമ്പോഴേ ഏകദേശം ഒരു ലീഫിൻ്റെ കളറൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ പ്ലാന്റിന് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ലീഫില്ലേ, അതിലേക്ക് ഈ പെയിൻറ് അടിച്ചു കൊടുക്കാം. ഒന്ന് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് യെല്ലോ എടുത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലീഫ് റെഡി. ഇതുപോലെ കട്ട് ചെയ്ത എല്ലാ ലീഫും ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കാം. കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണെങ്കിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത എല്ലാ ലീഫും ഇതുപോലെ പെയിൻറ് ചെയ്തെടുത്തു. ഈ പെയിൻറ് കണ്ടാലേ എൻ്റെ കൈ അടങ്ങിയിരിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലേ ഇതുപോലെ ബ്ലൂ പെയിൻറ് എടുത്തിട്ട് ലീഫിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വൈറ്റ് പെന്നായാലും മതി. ഈ ലീഫിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫ് ഓൾമോസ്റ്റ് റെഡി ആയി കിട്ടി. ഇനി ഈ ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലീഫിൻ്റെ സ്റ്റെമ്മ് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ തിന്നായിട്ടുള്ളൊരു മെറ്റൽ വയർ എടുക്കാം. ഇനി സ്റ്റീൽ വയറെ ഈ ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാം. എന്നിട്ടൊരു ടാപ്പ് എടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഈ സ്റ്റീൽ വയർ കട്ട് ചെയ്യുമ്പോഴേ ഡിഫറെൻറ്റ് സൈസിൽ കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ എല്ലാ ലീഫും ഇത് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ പെയിൻറ് ചെയ്തെടുക്കാം. കൂടാതെ സ്റ്റെമ്മിൻ്റെ ഭാഗത്തു കൂടി നമുക്ക് ബാക്കിയുള്ള പെയിൻറ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു മാർക്കർ എടുത്തിട്ട് ഈ ലീഫിൻ്റെ എൻഡിലായി ഇതുപോലെ ബെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു പോട്ട് എടുക്കാം. അതിലേക്ക് ഇതേപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലീഫില്ലേ, അതെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഡെക്കറേഷനെ നമുക്കൊരു സ്റ്റിക്ക് എടുത്ത് ഈ ചരട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പർ പ്ലാന്റ് സെറ്റായി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ?